ലമീൻ യമാൽ എൻ്റെ പൊന്നോ, ഈ ചെറുക്കന് 10ാം നമ്പർ കൊടുത്തപ്പോൾ മുതൽ ഭയങ്കര വായ്ത്താളം അടിച്ച ഒരുത്തിനും ഇപ്പം കാണാനില്ല എന്നുള്ളതാണ് കേട്ടോ. കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ലമീൻ യമാലിൻ്റെ ഫോം എസ്പെഷ്യലി ഈ സീസണിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അൺബിലീവബിൾ ആണ്. സോ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കാര്യപരിപാടികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിൽ കിടക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ് അബൌട്ട് ലമീൻ യമാൽ, കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് 8 താഴെ പുള്ളിയുടെ റേറ്റിംഗ് പോവത്തേ ഇല്ല എന്നുള്ളതാണ്. അതിപ്പോൾ ആ മാച്ചിൽ ബാഴ്സലോണയ്ക്ക് വിന്നല്ല എന്നുണ്ടെങ്കിൽ പോലും ഹിസ് പെർഫോമൻസ് ഇസ് ലൈക്ക് അൺബിലീവബിൾ, അൺമാച്ചബിൾ, അല്ലെങ്കിൽ എന്താ പറയണ്ട അറിഞ്ഞൂടാ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 10ാം നമ്പർ കൊടുത്തപ്പോൾ മുതൽ എല്ലാവരും പറയുന്ന റീപ്ലേസ്മെന്റ് ഫോർ മെസ്സി. അപ്പോഴും നമ്മൾ പറഞ്ഞാണ് മെസ്സിക്ക് റീപ്ലേസ് ചെയ്യാനല്ല ലമീൻ യമാൽ വന്നത്. ലമീൻ യമാൽ എന്ന് പറയുന്ന ഫുട്ബോളറിൻ്റെ ജന്മമാണ് ആ 10ാം നമ്പറിലൂടെ. അതിന് മുന്നേയും പുള്ളിയുടെ പെർഫോമൻസ് അൺബിലീവബിൾ ആണ്. ഇനിയാണെന്നുണ്ടെങ്കിലും പുള്ളിയുടേതായിട്ടുള്ളൊരു ടെറിട്ടറി ബിൽഡ് ചെയ്ത് വരികയാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാനും സാധിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇപ്പോൾ നിലവിൽ ടോപ്പ് സ്കോറേഴ്സിൻ്റെ പട്ടികയിലാണെങ്കിലും ടോപ്പ് അസിസ്റ്റ് കൊടുക്കുന്നവരുടെ പട്ടികയിലാണെന്നുണ്ടെങ്കിലും മോസ്റ്റ് ഡ്രിബിളുടെ കാര്യത്തിലായാലും അത് ലീഗിലായിക്കോട്ടെ ഇനിയല്ല ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ എല്ലായിടത്തും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ, അതും ലമീൻ യമാലാണെന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും യമാലിന് 10ാം നമ്പർ കൊടുത്ത സമയം മുതൽ ചെറുക്കാൻ പോരാ, ഇത് നോക്കിക്കോ ആൻസു ഫാത്തിയൊക്കെ പോലെ തന്നെ തീരാനുള്ള ഒരു വെടി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് താളമടിച്ചൊരു കൂട്ടുകാരൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൻ അയച്ചു കൊടുത്തിട്ട് ചോദിക്കണം, ഇപ്പോഴും അതിലൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ടോ സേട്ടാ? അപ്പോൾ സുലാൻ.